കുട്ടികൾ നമ്മൾ പറയുന്നത് കേൾക്കാതിരിക്കുകയോ നമ്മളെ ബഹുമാനിക്കാതിരിക്കുകയോ ചെയ്യുമ്പോൾ ഒരു രക്ഷകർത്താവെന്ന നിലയിൽ നമുക്ക് ദേഷ്യവും നിരാശയും ഒക്കെ തോന്നുന്നത് വളരെ സാധാരണമാണ്. പക്ഷേ വഴക്ക് കൂടാതെ ശിക്ഷിക്കാതെ ഈ ഒരു അവസ്ഥയെ നമുക്ക് എങ്ങനെ മറികടക്കാൻ പറ്റും? ശാന്തതയും കുട്ടികളുമായുള്ള ഒരു ശക്തമായ ബന്ധവും വീണ്ടെടുക്കാൻ സഹായിക്കുന്ന ഒരു പുതിയ സമീപനത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഈ ചോദ്യം ഒരുപക്ഷെ പല മാതാപിതാക്കളും സ്വന്തം മനസ്സിൽ ചോദിച്ചിട്ടുണ്ടാവും അല്ലേ? നിങ്ങൾ പറയുന്നത് കേൾക്കാതെ, നിങ്ങളുടെ സാന്നിധ്യം പോലും അംഗീകരിക്കാതെ അവർ പെരുമാറുമ്പോൾ നിങ്ങൾക്ക് എന്തു തോന്നും? ഒന്നോർക്കുക, ഈ ഒരു വികാരം തികച്ചും സാധാരണമാണ്. നിങ്ങൾ ഒറ്റയ്ക്കല്ല. ശരി, നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. സാധാരണയായി ഇങ്ങനെയൊരു സാഹചര്യത്തിൽ നമ്മുടെ ആദ്യത്തെ പ്രതികരണം ദേഷ്യമായിരിക്കും, അല്ലെങ്കിൽ ഒരു വഴക്കായിരിക്കും. പക്ഷേ അതുകൊണ്ട് കാര്യങ്ങൾ കൂടുതൽ വഷളാവുകയുള്ളൂ. അപ്പോ ഇവിടെയാണ് നമ്മൾ ഒരു മാറ്റം കൊണ്ടുവരേണ്ടത്. ദേഷ്യത്തിനു പകരം ശാന്തത, വഴക്കുകൾക്ക് പകരം ശക്തി, പിന്നെ നിരാശയ്ക്ക് പകരം നല്ലൊരു ബന്ധം. ഇതാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്ന ഫലപ്രദമായ സമീപനം. അപ്പോ ഇതിനൊരു പരിഹാരമുണ്ട്. അതവരെ വഴക്കു പറയുന്നതിലോ നിയന്ത്രിക്കുന്നതിലോ അല്ല, മറിച്ച് നമ്മുടെ സ്വന്തം മനോഭാവത്തിലൊരു മാറ്റം വരുത്തുന്നതിലാണ്. ഈ സാഹചര്യങ്ങളെ വളരെ ശരിയായ രീതിയിൽ നേരിടാൻ സഹായിക്കുന്ന വളരെ ശക്തമായ 6 ഘട്ടങ്ങളുള്ള ഒരു രീതിയാണ് നമ്മളിവിടെ പരിചയപ്പെടാൻ പോകുന്നത്. ഇതാണ് ആ 6 ഘട്ടങ്ങൾ. നമ്മുടെ സ്വന്തം പ്രതികരണങ്ങളെ നിയന്ത്രിക്കുന്നതിൽ തുടങ്ങി അവർക്ക് ചിന്തിക്കാൻ അവസരം നൽകുന്നതുവരെ ഓരോന്നും വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ നമുക്ക് ഓരോ ഘട്ടത്തിലൂടെയും വിശദമായി തന്നെ ഒന്ന് കടന്നുപോകാം. നമ്മൾ കണ്ട ആ 6 ഘട്ടങ്ങളിൽ ഏറ്റവും ആദ്യത്തേത് നമ്മളിൽ നിന്ന് തന്നെയാണ് തുടങ്ങുന്നത്. പുറത്തേക്ക് പ്രതികരിക്കുന്നതിനു മുൻപ് നമ്മുടെ ഉള്ളിൽ ഒരു സമാധാനം കണ്ടെത്തേണ്ടത് എത്രത്തോളം പ്രാധാന്യമാണെന്ന് നമുക്ക് നോക്കാം. കുട്ടികൾ നമ്മളെ അവഗണിക്കുമ്പോൾ നമ്മുടെ വികാരങ്ങളെ നിയന്ത്രിക്കുക, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ പടി. നിങ്ങളുടെ ആ ശാന്തത അത് വെറുതെ വഴക്കുകൾ ഒഴിവാക്കുക മാത്രമല്ല ചെയ്യുന്നത്, മറിച്ച് നിങ്ങൾ വളരെ ശക്തനും ആത്മവിശ്വാസമുള്ള ആളുമാണെന്ന ഒരു സന്ദേശം അവർക്ക് നൽകുകയും ചെയ്യുന്നു. അപ്പോ ദേഷ്യം വരുമ്പോൾ എന്തു ചെയ്യണം? ആദ്യം വേണ്ടത് ഒരു നിമിഷം ഒന്ന് നിർത്തുക എന്നതാണ്. എന്നിട്ട് ദീർഘമായി ഒന്ന് ശ്വാസമെടുക്കുക. ആലോചിക്കാതെ എന്തെങ്കിലും പറയുന്നത് നമ്മുടെ ബന്ധങ്ങളെ കൂടുതൽ വഷളാക്കും. എപ്പോഴും ഓർക്കുക, വികാരങ്ങളെ നിയന്ത്രിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് അടക്കിവെക്കലല്ല, മറിച്ച് അതിനെ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യലാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് കടക്കാം. കുട്ടിയുടെ പെരുമാറ്റത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് നിങ്ങൾ തോറ്റുകൊടുക്കുകയാണ് എന്നൊരിക്കലും അർത്ഥമാക്കുന്നില്ല. നേരെ മറിച്ച് അത് പ്രശ്നം പരിഹരിക്കാനും നല്ലൊരു ബന്ധമുണ്ടാക്കിയെടുക്കാനുമുള്ളൊരു വഴിയാണ്, ഒരു പാലം പണിയുന്നതുപോലെ. സഹാനുഭൂതി എന്ന് പറഞ്ഞാൽ എന്താണ്? അത് അവരുടെ മോശം പെരുമാറ്റത്തെ അംഗീകരിക്കുക എന്നല്ല, മറിച്ച് ആ പെരുമാറ്റത്തിന് പിന്നിലുള്ള കാരണം എന്താണെന്ന് കണ്ടെത്താൻ ശ്രമിക്കുക എന്നതാണ്. ഒരുപക്ഷേ അത് അരക്ഷിതാവസ്ഥ കൊണ്ടാവാം, അല്ലെങ്കിൽ സ്കൂളിലെ ടെൻഷൻ കൊണ്ടാവാം. ആ കാരണം കണ്ടെത്തിയാൽ പരിഹാരം വളരെ എളുപ്പമാകും. നമ്മുടെ ഉള്ളിലെ ആ ശാന്തത കണ്ടെത്തിക്കഴിഞ്ഞാൽ അടുത്ത പടിയെന്ന് പറയുന്നത് പുറത്തേക്കുള്ള പ്രവൃത്തികളാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധ കൊടുക്കാൻ പോകുന്നത് വ്യക്തമായ നിയമങ്ങൾ സ്ഥാപിക്കുന്നതിലും അവർക്ക് വേണ്ടി ഒരു നല്ല മാതൃകയാവുന്നതിലുമാണ്. കുട്ടികൾക്ക് ഒരു സുരക്ഷിതത്വം നൽകുന്നതിൽ നമ്മൾ വെക്കുന്ന അതിരുകൾക്ക് വലിയൊരു പങ്കുണ്ട്. എന്തൊക്കെയാണ് അംഗീകരിക്കാൻ പറ്റുന്നത്, എന്തൊക്കെ പറ്റില്ല എന്ന് വളരെ ശാന്തമായി പക്ഷെ ഉറച്ച ശബ്ദത്തിൽ തന്നെ വ്യക്തമാക്കുക. ഇത് അവരുടെ ജീവിതത്തിന് ഒരു അടുക്കും ചിട്ടയും നൽകാൻ സഹായിക്കും. അപ്പോ എങ്ങനെയാണ് ഈ അതിരുകൾ ഫലപ്രദമായി സ്ഥാപിക്കുക? ഏറ്റവും പ്രധാനം ഭീഷണിപ്പെടുത്താതിരിക്കുക എന്നതാണ്. അതിനു പകരം ഓരോ പ്രവൃത്തിക്കും അതിൻ്റേതായ ഒരു ഫലമുണ്ടാകുമെന്ന് അവരെ പഠിപ്പിക്കുകയാണ് വേണ്ടത്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സ്ഥിരത. നിയമങ്ങൾ എല്ലാ ദിവസവും ഒരുപോലെ ആയിരിക്കുമ്പോൾ മാത്രമേ അവർക്കതിലൊരു വിശ്വാസം വരൂ. ഈയൊരു ഉദ്ധരണി നമ്മുടെ 4ാമത്തെ ഘട്ടത്തിന്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. നമ്മളൊരു നല്ല മാതൃകയാവേണ്ടത് അത്യാവശ്യമാണ്. സിമ്പിളാണ്. കുട്ടികൾ നമ്മളെ ബഹുമാനിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അവരെയും തിരിച്ചു ബഹുമാനിക്കണം. നമ്മുടെ ശാന്തത, നമ്മുടെ ക്ഷമ, അവർ പറയുന്നത് കേൾക്കാനുള്ള നമ്മുടെ മനസ്സ്, ഇതൊക്കെയാണ് അവർക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ പാഠങ്ങൾ. ഓർക്കുക, നമ്മൾ ചെയ്യുന്നത് കണ്ടാണ് അവർ പഠിക്കുന്നത്.
നിയമങ്ങളും മാതൃകയും ശരിയായി കഴിഞ്ഞാൽ നമ്മുടെ ശ്രദ്ധ ദീർഘകാലത്തേക്കുള്ള ഒരു നല്ല ബന്ധം ഉറപ്പിക്കുന്നതിലാണ്. അവസാനത്തെ 2 ഘട്ടങ്ങൾ ഇതിനാണ് നമ്മളെ സഹായിക്കുന്നത്: ബന്ധങ്ങളെ പരിപോഷിപ്പിക്കാനും കുട്ടികളുടെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കാനും. കുട്ടികളുമായുള്ള നമ്മുടെ ബന്ധം എന്ന് പറയുന്നത് വഴക്കുകളിൽ മാത്രം ഒതുങ്ങിപ്പോകരുത്. അവർക്കൊപ്പം സംസാരിക്കാനും കളിക്കാനും സമയം കണ്ടെത്തുക. ഈ നല്ല നിമിഷങ്ങളിലുണ്ടാകുന്ന വിശ്വാസവും സ്നേഹവും ഭാവിയിലുണ്ടാകാൻ സാധ്യതയുള്ള പ്രശ്നങ്ങൾ കുറയ്ക്കാൻ ഒരുപാട് സഹായിക്കും. ഒരു പ്രശ്നം പരിഹരിച്ചതിനു ശേഷം ഉടനടി ഒരു മാറ്റം പ്രതീക്ഷിക്കരുത്. പെട്ടെന്നുള്ള മാറ്റത്തിനായി നിർബന്ധിക്കുന്നത് ചിലപ്പോൾ വിപരീത ഫലം ചെയ്തേക്കാം. അവർക്ക് കാര്യങ്ങൾ ചിന്തിക്കാനും സ്വയം മനസ്സിലാക്കാനും സമയം കൊടുക്കുക. ഇതവരുടെ വ്യക്തിപരമായ വളർച്ചയ്ക്ക് വളരെ അത്യാവശ്യമാണ്. ഇതുവരെ പറഞ്ഞ 6 ഘട്ടങ്ങൾ കൂടാതെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ കുട്ടികളുമായുള്ള ബന്ധം ശക്തിപ്പെടുത്താൻ സഹായിക്കുന്ന ചില ചെറിയ പക്ഷേ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടിയുണ്ട്. നമുക്കവ എന്താണെന്നും കൂടി നോക്കാം. ഒന്നാമതായി, എല്ലാ കാര്യത്തിനും ഒരു യുദ്ധത്തിന് പോകരുത്. അതായത്, കുട്ടികൾ മുറി വൃത്തിയാക്കാത്തതോ ചെറിയ വാക്കുതർക്കങ്ങളോ പോലുള്ളവ ചിലപ്പോൾ അവഗണിക്കാവുന്നതേയുള്ളൂ. നമ്മുടെ ഊർജ്ജം മുഴുവൻ ഇത്തരം ചെറിയ കാര്യങ്ങൾക്കു വേണ്ടി കളയാതെ എവിടെയാണ് ഉറച്ചു നിൽക്കേണ്ടതെന്ന് വിവേകത്തോടെ തീരുമാനിക്കുക. ഇത് അനാവശ്യ വഴക്കുകൾ ഒഴിവാക്കാൻ സഹായിക്കും. രണ്ടാമത്തെ കാര്യം, അവരെയും ഇതിന്റെ ഒരു ഭാഗമാക്കുക എന്നതാണ്. കുടുംബത്തിലെ ചെറിയ തീരുമാനങ്ങളിൽ, ഉദാഹരണത്തിന് എവിടെ ഭക്ഷണം കഴിക്കാൻ പോകണം അല്ലെങ്കിൽ ഏത് സിനിമ കാണണം എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ അവരുടെ അഭിപ്രായം കൂടി ചോദിക്കുക. ഇത് ഞാനും ഈ കുടുംബത്തിലെ ഒരു വിലപ്പെട്ട അംഗമാണ് എന്ന തോന്നൽ അവർക്കുണ്ടാക്കും. അവരുടെ ഉത്തരവാദിത്തബോധം വർദ്ധിപ്പിക്കുകയും ചെയ്യും. മൂന്നാമത്തെ കാര്യം, നല്ലതിനെ അംഗീകരിക്കുക എന്നതാണ്. നമ്മൾ പലപ്പോഴും തെറ്റുകൾ കണ്ടെത്താനാണ് ശ്രമിക്കാറ്, അല്ലേ? എന്നാൽ അതിനു പകരം അവർ ചെയ്യുന്ന ചെറിയ നല്ല കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒരു സഹായം ചെയ്താലോ പഠനത്തിൽ ചെറിയൊരു മെച്ചം കണ്ടാലോ അത് തുറന്നു പറഞ്ഞ് അഭിനന്ദിക്കുക. ഈ അംഗീകാരം കൂടുതൽ നല്ല പെരുമാറ്റത്തിനുള്ള ഏറ്റവും വലിയൊരു പ്രോത്സാഹനമാണ്. അവസാനമായി, മാപ്പ് പറയാൻ മടിക്കരുത്. ചിലപ്പോൾ നമ്മുടെ ഭാഗത്തും തെറ്റുകൾ പറ്റാം. അമിതമായി ദേഷ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ കുട്ടിയോട് അമ്മയ്ക്ക് അച്ഛന് തെറ്റുപറ്റി ക്ഷമിക്കണം എന്ന് പറയുന്നത് ഒരു കുറച്ചിലല്ല. മറിച്ച് തെറ്റുകൾ ആർക്കും സംഭവിക്കാമെന്നും അത് അംഗീകരിക്കുന്നത് ഒരു വലിയ കാര്യമാണെന്നും നമ്മൾ അവരെ പഠിപ്പിക്കുകയാണ്. അതൊരു ശക്തിയുടെ ലക്ഷണമാണ്. അപ്പോ ഇതിന്റെ എല്ലാം കാതലായ ആശയമിതാണ്: നിങ്ങളുടെ ശാന്തത, കുട്ടികളെ മനസ്സിലാക്കാനുള്ള നിങ്ങളുടെ കഴിവ്, പിന്നെ വ്യക്തമായ അതിരുകൾ സ്ഥാപിക്കൽ. ഇവയാണ് ഒരു നല്ല ബന്ധം കെട്ടിപ്പടുക്കാനുള്ള ഏറ്റവും ശക്തമായ ഉപകരണങ്ങൾ. ഈ വിശകലനത്തിന്റെ അവസാനം നമ്മൾ സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യം ഇതാണ്: നമ്മളിപ്പോൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ നിങ്ങളുടെ സ്വന്തം ജീവിതത്തിൽ എങ്ങനെ പ്രയോഗിക്കാം? നിങ്ങളുടെ കുട്ടികളുമായി കൂടുതൽ ശക്തവും ബഹുമാനപരവുമായ ഒരു ബന്ധം വളർത്തിയെടുക്കാൻ ഈ വഴികൾ നിങ്ങളെ സഹായിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു.